ഇവിടെ നിൽക്കണം. സാബുവിന്റെ അടുത്ത് പോകണം. ആണോ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഏൽപ്പിക്കാൻ വന്നാണോ? വിളിച്ചേൽപ്പിക്കാൻ വന്നാണോ ഒന്ന്? ആണോ? കാണാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എന്നും ഉള്ളതല്ലേ? ഞാനിവിടെ എന്നും ഉള്ളതല്ലേ? മേലാഴിയാണോ? മേലാഴിയൊന്നുമില്ല. അല്ല, കുഴപ്പമൊന്നുമില്ല. പനിയൊക്കെ ആയിരുന്നു, കുറഞ്ഞായിരുന്നു. പനിയൊക്കെ ആയിരുന്നു. പനിയായിരുന്നു. പനി അത് കുറഞ്ഞു കേട്ടോ. കുറഞ്ഞു. മരുന്ന് മേടിച്ചായിരുന്നു. അമ്മ ഇവിടെ ഉണ്ട്, ചാച്ചൻ ഇവിടെ ഇല്ല. അച്ഛൻ പള്ളിയിലല്ലേ? ചാച്ചൻ പള്ളിയിലല്ലേ? ചാച്ചൻ പള്ളിയിലാ. പള്ളിയിൽ ചാച്ചൻ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടില്ല. പിന്നെ നടക്കാനൊന്നും പറ്റിയല്ല. നടക്കാൻ പറ്റിയല്ലേ? പിന്നെ എന്നാത്തല്ലേ പോണേ? വണ്ടിയല്ല. ചാച്ചനെ വണ്ടിയിൽ അവിടെ കൊണ്ട് ആക്കിയതാ. പിന്നെ ഇന്നും ഇങ്ങനെ പോരിച്ച് നടക്കുകയല്ല. ഇനി എവിടെയായിപ്പോയി. വേണ്ട, കുറച്ച് പോയാൽ മതി. എന്നോട് വന്ന് ചോദിച്ചു ആരും ഇല്ലേന്ന്. ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഉള്ളെന്ന് പറഞ്ഞ്. എന്നാ നമ്മുടെ ശ്രീബാപുരം പള്ളി അവിടെയാണ്. വഴി കുറവാ. എന്നപ്പോ ഞാൻ പറഞ്ഞു അവിടെ ഒരാൾ കിടപ്പുണ്ട്, അതും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. അത് മേലാതെ വല്ലതും കിടക്കണതാണോ വിളിച്ച് എണീക്കൂ? ഞാൻ പറഞ്ഞ അമ്മ പോയി വിളിച്ചു നോക്കാൻ. അങ്ങനെ വന്നതാ വിളിക്കാൻ. അതിന് ഓൻ പറഞ്ഞു ഉറക്കം തീർന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഉറക്കം തീർന്നില്ലായിരുന്നു, അതുകൊണ്ട് കിടന്നതാ. വൈകിട്ട് ഉറക്കക്കുറവാ. അത് മരുന്ന് കൊടുക്കേണ്ട വരും ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഓരോ ജോലികളൊക്കെ ചെയ്തിരിക്കുന്നതാ. വൈകിട്ട് ഇങ്ങനെ ഒരു ഉറക്കക്കുറവായിട്ടുള്ള രോഗമുണ്ട്. അത് പകല് വേറെ ഉള്ള രോഗങ്ങളും അങ്ങനെ ഓരോന്നും മാറി മാറിയുണ്ട്. പ്രായം ചെല്ലും തോറും അല്ലേ ഉറക്കക്കുറവ് ഉണ്ട്. അതിന്റെ മാറ്റം വരണമെങ്കിൽ പിന്നെ പ്രായമായി കഴിയുമ്പോൾ വിഷമ. എലിക്കുട്ടിയമ്മക്ക് ഉറക്കമുണ്ടോ വീട്ട്? പിന്നെ എലിക്കുട്ടിയമ്മക്ക് നല്ല ഉറക്ക. കടന്നു കഴിഞ്ഞാൽ പിന്നെ നേരം വെളുത്തിട്ടേ എണീക്കുള്ളൂ. ചില ദിവസങ്ങളിലേ ഉള്ളൂ. അന്ന് നമുക്ക് പണിയാ അല്ലേ എലിക്കുട്ടിയമ്മ? അതെന്നെ സമ്മതിച്ച്. വാച്ച് പോവാണോ? ചാച്ചനില്ലല്ലോ, പോയില്ലേ? കൊറേ ആയി. 21 വർഷമായി. 21 വർഷമായി. പോയി. അസുഖമായിരുന്നു, അറ്റാക്കായിരുന്നു. അത് നോക്കിയിട്ട് കാര്യം. അത് വെടി വെട്ടി പോയാൽ തീർന്നു. ആണോ? പെട്ടെന്ന് പോകും. ഇനി എന്നാ ഇപ്പൊ പരിപാടി? രാവിലെ എന്നാ പരിപാടി? ഒന്നുമില്ലല്ലേ? വല്ല പല്ലും തേച്ച് വല്ല കാപ്പിയും കുടിക്കുക അല്ലേ? ചിരി. മറ്റുള്ളവരൊക്കെ ഇങ്ങോട്ട് വരും. വരുമല്ലേ? വരും. കണ്ടോ ഫോണൊക്കെ? വണ്ടിയല്ലേ? എന്തെല്ലാം സാധനങ്ങളോ? വണ്ടി നിറച്ച സാധനങ്ങൾ പണി സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോകണതായിരിക്കും. എലിക്കുട്ടിയമ്മേ, പണിസ്ഥലത്തോട്ടേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണതായിരിക്കും. പണിക്കാരാ? എവിടെ പണിയാ? എല്ലായിടത്തും പണി കാണും. ജീവിക്കണ്ടേ? ഇവിടെ ഞാറോളം ഉതിരക്കട്ടാ. എലിക്കുട്ടമ്മയുടെ വീടല്ലേ? ഇവിടെയല്ലേ താമസിക്കണേ? എലിക്കുട്ടമ്മയുടെ വീടതല്ലേ? അമ്മയുണ്ട്, ചാച്ചനില്ല. ചാച്ചൻ പോയല്ലോ. പ്രായമൊക്കെ ആയില്ല.
ആ ഒത്തിരി പ്രായമൊന്നുമില്ലായിരുന്നു. 19 വയസ്സെങ്കിലും കാര്യമില്ല. 50 അല്ലാതെ 10-65 വയസ്സുണ്ടായിരുന്നു. 10-65 വയസ്സുണ്ടായിരുന്നു. 25 65. മാത്രമുള്ളൂ അവിടെ. ഇല്ല, ജോമോളുണ്ട്, പിള്ളേരുണ്ട്, എലിക്കുട്ടിയമ്മയുണ്ട്. വഴിയെ പോകുന്നവരൊക്കെ ആരാ? അത് നമുക്കറിയത്തില്ലല്ലോ. യാത്രക്കാരാ, വഴിയെ പോകുന്നവരാരൊക്കെയാന്ന് നമുക്കറിയാം. യാത്രക്കാരാമേ, എലിക്കുട്ടിയമ്മേ, അതെ വഴിയെ കൂടെ യാത്ര ചെയ്യാൻ പോകുന്നവരാ. അവിടെ ഏതാണ്ട് പറയുന്നുണ്ടെന്ന് ഞങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതെല്ലാം പറഞ്ഞോ? എലിക്കുട്ടിയമ്മയാ പറഞ്ഞത്, വഴിയെ പോകുന്നവരൊക്കെ ഓരോ സ്ഥലം വഴിയൊക്കെ പോകുന്നവരാ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്, കേട്ടാ? ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടേ ഓരോ സ്ഥലം വഴിയൊക്കെ പോകുന്നവരാ. ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരാനുള്ളവർ വരും, അല്ലാത്തവരൊക്കെ അവരവരുടെ കാര്യത്തിന് പോകും. അങ്ങനെയല്ലേ? എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് നടക്കുവോ? അത് പിന്നെ അങ്ങനെയല്ലേ. ആ, എലിക്കുട്ടിയമ്മയ്ക്ക് വല്ലയിടത്തും പോണം. എലിക്കുട്ടിയമ്മയ്ക്ക് വല്ലയിടത്തും പോണോ? പോണോ? ആ, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം. നമുക്ക് പോയേക്കാം കേട്ടാ. എപ്പം പോണം? കാപ്പികുടി കഴിഞ്ഞിട്ട് പോയാ പോരെ? കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ പോരെ? കാപ്പികുടിയൊക്കെ 4 മണി. കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയാ പോരെ രാവിലത്തെ? കാപ്പിയുടെ കാര്യത്തിൽ ഏഹ് കാപ്പിയുടെ കാര്യത്തിലൊന്നും സാരമില്ല. അന്ന് പിന്നെ അവിടെ വരെ നടന്നു പോകണ്ടേ? തല കറങ്ങി വല്ലോടത്തും വീഴും. എവിടെയായിരുന്നു വീട്? ആ, അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ? അമ്മയ്ക്ക് അറിയാവോ വീട് എവിടെയാന്ന്? വീട് എവിടെയാന്ന് അറിയാവോ? എൻ്റെ വീടോ? ആ, അതൊക്കെ എനിക്കറിയാം. ആ, എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ലെ ആരെങ്കിലും വന്നാൽ മതി. പിള്ളേരെ ഒരു വണ്ടി ഏത് അമ്മയുടെ പിള്ളേര്? വണ്ടി കൊണ്ടുവരും. പിള്ളേര് ഏതൊക്കെയാ? ഒരു ചെക്കന്മാരില്ലേ? ചെറുക്കന്മാരുണ്ടല്ലേ? എത്ര ചെറുക്കന്മാരുണ്ട്? 3-4 പേരുണ്ട്. ഉണ്ടല്ലേ? പേര് വല്ലതും അറിയാവോ? വിളിക്കാനാ? പേര് വല്ലതും അറിയാമെങ്കിൽ ഒന്ന് പറ, എന്നാ വിളിക്കാം. പേരൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് ശരിക്കറിയില്ല. വേറെ അവരെ കുറിച്ച് അറിയാമെന്ന ഇവിടെ വീട്ടിലുണ്ട്, ഇവിടെയുള്ളവരൊക്കെ ഉണ്ട്. ആ, അമ്മയ്ക്ക് അറിയത്തില്ല, അറിയാവുന്നവരൊക്കെ ഇവിടെ ഉണ്ടെന്ന്. പൂച്ചയ്ക്ക് അറിയാം. അവരോട് ചോദിക്കാം അല്ലേ? ഒരാളുടെ പോലും പേര് ഓർക്കണില്ലേ? ഒരാളുടെ പോലും പേര് ഓർക്കണില്ലേ? ഇല്ല, ഓർക്കാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴാണ് അവിടെ വെച്ച് പറയാം. വിളിക്കുന്നതല്ലാതെ ഉള്ളോ, അല്ലാതെ വലിയ വിളിയും മറിച്ചിൽ എപ്പോഴും ഇല്ലല്ലോ. ഇല്ലല്ലേ? ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ അമ്മ വിളിച്ചേൽപ്പിച്ചത്. ഇച്ചിരി മുമ്പേ അവിടുന്ന് വിളിച്ചേൽപ്പിച്ച ഒരാളില്ലേ? ഞാൻ ഓർക്കണം. ഉണ്ടായിരുന്നേ, വിളിച്ചേൽപ്പിച്ചു. അവിടെ മേലാതെ കിടക്കുവാണോ, അതെന്നെ അങ്ങനെ കിടക്കണേന്നൊക്കെ ഇവിടെ ചോദിച്ചേച്ച് പോയായിരുന്നു. അവിടെ പോയി വിളിച്ചേൽപ്പിച്ചായിരുന്നു. ഞാൻ എന്താ അങ്ങ് പോയോ? ഇല്ലെന്ന് ഇവിടെ. എന്നാ ആളെ വിളിച്ചാലോ? കേട്ട് പോയോ? ആ, ആളേറ്റ് ഇപ്പം നമ്മുടെ പുറകെ നടക്കുക. അതിന് അങ്ങനെ പുറകെ നടക്കണം. അമ്മേനെ കാണണമെന്ന്. എന്നെ ആളെ വിളിച്ചാ മതിയോ? എനിക്കൊന്നും അറിയത്തില്ല ഇതൊന്നും. ആണോ? ആ ആളോട് പറയാൻ കൊണ്ട വിടാൻ. ആ ആളെ ഉള്ളിപ്പോ ഇവിടെ സ്ഥിരം. പരിചയക്കുറവായിട്ട് എല്ലാരുമായിട്ട് പരിചയക്കുറവല്ലേ? ആണോ? പരിചയക്കുറവല്ല, മറന്നു പോയതായിരിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മറവിയാ എല്ലാവർക്കും അല്ലേ? ആരുമായിട്ടുള്ള അടുപ്പം അറിവുമില്ല. മനസ്സിലായില്ല കണ്ടതാ അങ്ങനെയുണ്ട്. മനസ്സിലായില്ല. ഓ, ഇപ്പൊ ആരാ? ഇപ്പൊ എവിടെയാ ആരാ താമസം? ആര്? ഞാനോ? ഞാൻ ഞാറുകുളം ഉതിരക്കെട്ടല്ല താമസം. ആ, വീട് എവിടെയാ? വീട് അടുത്താ, എല്ലാവർക്കും അറിയാം. ഇനി പറയണില്ല. എലിക്കുട്ടിയമ്മയ്ക്ക് വേണ്ടിയിട്ട് വേണേ പറയാം. നീ മാത്രമേ ഉള്ളോ? ഞാനോ? അല്ലല്ല, അപ്പനും അമ്മയൊക്കെ ആങ്ങളമാരൊക്കെ ഉണ്ട്. ഉണ്ടോ? ആ, എല്ലാവരൊക്കെ ജോലി പണിയാണോ? ആ, എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി. പെണ്ണുങ്ങളെ കെട്ടിച്ച? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നില്ല, എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചില്ലേ? നീ ഉള്ള പെണ്ണായ? ആ, ഒരെണ്ണം പോരെ? ആണുങ്ങൾ എത്ര? 2 എണ്ണം ഉണ്ട്. അവരൊക്കെ കെട്ടിയോ? ആ, ഒരാൾ കെട്ടി. വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. ആ, വലിയ പ്രായമായി. 45-46 വയസ്സൊക്കെ ആയി. അത്രയായോ? ആ, നീ എന്നാ പരിപാടി? നീ എന്നാ പരിപാടി? നീ വീട്ടിൽ താമസിക്കണം ആണല്ലേ? ഇങ്ങനെ വിശേഷങ്ങളൊക്കെ രാവിലെ വന്നിങ്ങനെ അറിയണം.
മറന്നുപോയ കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്ന് ചോദിക്കും ഇങ്ങനെ. അല്ല ഒന്നുമില്ല, എവിടാ നിൽക്കുന്നതെന്ന് പോലും ആൾക്കറിയത്തില്ല. ഇവിടെ ഉള്ളവരോടൊക്കെ അങ്ങനെ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കും. അവിടെയൊക്കെ പെരയുണ്ട്, ചുറ്റും പെരയൊക്കെ ഉണ്ട്, വീടുകൾ വന്നുകൊണ്ടിരിക്കുക കൂടുതലും. താമസത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. ഉണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട, വിളിച്ചാലൊക്കെ ഓടി വരും എല്ലാരും. ഒരാവശ്യം വന്ന് വിളിച്ചാലേ, ഒരാവശ്യത്തിന് വിളിച്ചാൽ എല്ലാവരും ഓടി വരും ഉണ്ടെങ്കില്. അതെല്ലാം എങ്ങനെയല്ല അയലോക്കം. അയലോക്കം ബന്ധം എപ്പോഴും വലിയ ബന്ധമാണ്. അവര് നമ്മുടെ സ്വന്തപ്പെട്ടവരെക്കാൾ കൂടുതലായ ഉപകാരങ്ങളാണ്. അയലോക്കംകാരെ കൊണ്ടല്ലേ വിളിച്ചാ ഓടി വരും. സ്വന്തക്കാരൊക്കെ ദൂരെയൊക്കെ ആയിരിക്കല്ലേ. എന്ത് വന്നാലും അവരെ വേർകറങ്ങി അന്വേഷിക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്വന്തം മക്കൾ പോലും അവർ വേറൊരു കരയിലായിരിക്കും. അവര് വരുമ്പോൾ സമയം കുറേ ആയി. ഓ, രാവിലെ പൊന്നു കരയാൻ തുടങ്ങി. പൊന്നുകുട്ടി രാവിലെ തിന്നണം. വീട്ടിലോട്ട് പോവോ? അമ്മ തന്നെ പോവോ? അമ്മ തന്നെ പോവോ? തന്നെയല്ല, ആരെങ്കിലും കൂട്ടിക്കൊണ്ട്. ആരെയും കൂട്ടണ്ടേ? ഞാൻ വന്നാ മതിയോ? ഞാൻ വന്നാ മതിയോ? ഞാൻ വന്നാ മതിയോ? ആരായാലും അപ്പൊ എനിക്ക് വഴി അറിയില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിൽ അവിടെ ആരാ ഉള്ള? ഇപ്പൊ ജോമോനുണ്ട്. ജോമോനും കെട്ടിയോളും മക്കളും ഒക്കെ ഉണ്ട്. ഉണ്ടോ? അവരുടെ കുടുംബം ഉള്ളല്ലേ? പിന്നെ വേറെ മറ്റവരെവിടെയാണ് താമസിക്കുന്നത്? അവരൊക്കെ ഓരോ കരവഴി. ഒരെണ്ണം അവിടെ അടുത്തുണ്ട്. ഒരെണ്ണം അടുത്തുണ്ട്. ബാക്കിയൊക്കെ വേറെ രാജ്യത്താ. വേറെ രാജ്യത്താ ജോലിയാണ്. അവരെ ആണുങ്ങൾ എത്ര പേരാ? ആരൊക്കെ? ആരുടെ വീട്ടിലെ കാര്യ അമ്മ ചോദിക്കുന്നേ? അമ്മ ആരുടെ വീട്ടിലെ കാര്യ ചോദിക്കുന്നേ? അവരൊക്കെ എത്ര പേരുണ്ടോന്നാ ചോദിച്ചത്. ആരുടെ കാര്യ അമ്മ ചോദിക്കുന്നത്? കുടുംബമായിട്ട് താമസിക്കണം. കുടുംബമായിട്ട് താമസിക്കുന്നതോ? അമ്മയുടെ മക്കളുടെ കാര്യമാണോ? അല്ല, അവരുടെ താമസിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ്. എവിടെ താമസിച്ചോണ്ടിരിക്കുന്നത്? അവരെവിടെയാന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങളുടെ വീട്ടിലല്ലേ? ആണുങ്ങൾ എത്ര, പെണ്ണുങ്ങൾ എത്രയാ? ആർക്കാ? എനിക്കാണോ? അല്ല, ആ വീട്ടിൽ. ഏത് വീട്ടിലെയാന്ന് പറ അമ്മ. ഞാനിതെല്ലാം മറന്നുപോയി. അമ്മയുടെ ആണോ ചോദിക്കുന്നേ? അമ്മയ്ക്കാണോ? അമ്മയ്ക്കാണത്ര പെണ്ണത്ര എന്നാണോ ചോദിക്കുന്നേ? എനിക്കും അതേ നേരത്തെ കാരണവന്മാർ കാലത്ത് ചോദിക്കണം. അതൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. അമ്മ ഇതിനോട് ചോദിരും. അവരൊക്കെ ഇല്ലല്ലോ. ഉണ്ടോ കാരണവന്മാർ? കാരണവന്മാരാരുമില്ല. അവരൊക്കെ പോയില്ലേ? അവരൊക്കെ പോയി. ലിപ്പനും വല്യമ്മയൊക്കെ പോയില്ലേ? ചിറ്റപ്പനും പോയി. നിങ്ങളുടെ പിള്ളേരൊക്കെ എത്രയായി? അപ്പനും പോയി. പഠിച്ചോണ്ടിരിക്കുക. വിവാനും വിവീനെ ഓർക്കണില്ലേ? വിവീനാനെ ഇടയ്ക്ക് പറഞ്ഞ ഇപ്പൊ വിവീനയുടെ പറച്ചിൽ നിന്ന് കേട്ടോ കുറച്ച്. നിങ്ങൾ എത്ര പേരെ ഏട്ടാടിയന്മാര്? ഞങ്ങള് 4 പേര്. 4 പേര്. 4 പേര്. എല്ലാവരും വെവ്വേറെയല്ല താമസിച്ചത്. എല്ലാവരും വെവ്വേറെയാ. എലിക്കുട്ടിയമ്മയുടെ മക്കളുടെ പേരൊക്കെ ഒന്ന് ഓർത്തേ. എലിക്കുട്ടിയമ്മയുടെ മക്കളുടെ പേരൊക്കെ ഒന്ന് ഓർത്തേ. എലിക്കുട്ടിയമ്മയുടെ മക്കളുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. മക്കളുടെ മക്കളുടെ പേരൊക്കെ പറയാൻ. എത്ര പേരുണ്ട്? എന്നാലും ഒന്ന് ഓർത്ത് നോക്കിയേ. എത്രയാന്ന് ഓർത്ത് നോക്കിയേ. പ്രായം കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും. ആണോ? അങ്ങനെ പറ്റുന്നതാണോ? ഓർമ്മയില്ലല്ലേ? ഞാൻ രാവിലെ കറി ഉണ്ടാക്കണം. അവിയല അവിയലുണ്ടാക്കിയ എലിക്കുട്ടി തിന്നുമോ? എലിക്കുട്ടിക്ക് അവിയലാ ഏറ്റവും ഇഷ്ടം. ആണോ? വിമാനാ തിന്നിയാത്തത്. വിമാൻ അവിയൽ ഇഷ്ടമില്ല. വീട്ടിൽ നിൽക്കുന്നത് ജോമോൻ.
ജോമോൻ അമ്മയൊക്കെ മനസ്സിലായില്ലേ കണ്ടിട്ട്? ജോമോനെ കണ്ടിട്ട് മനസ്സിലായില്ലേ കുട്ടിയമ്മേ? ചേട്ടൻ വരുന്നുണ്ട്. അതാരാ വരുന്നത്? വരാണ്ട് വന്നു. ആ ചോദിക്കട്ടെ ആരാ നോക്കിക്കേ മനസ്സിലായോ? ആരാ ചെല്ല് ഇങ്ങനെ ചെല്ല്. ആണ്ടാ ബാബുചേട്ടൻ വിളിക്കുന്നുണ്ട്. ഓര് അമ്മ തുറന്ന് നോക്കാൻ മേലേ? വാതിൽ തുറന്നാ കിടക്കണം. വാ പറഞ്ഞോ. ആ വീട്ടില. ആൾക്കാരെ എന്നെ അറിയത്തില്ലെന്നേ ഉള്ളൂ. പറ്റിയപ്പോൾ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി ഭാഗത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോണമേ. അല്ല എങ്ങനെ അറിയണേ എങ്ങനെയാ? ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ വന്നു. പ്രായമൊന്നും ആയില്ല. അപ്പൊ മുടി കറക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പ്രായമായത് പ്രായമായില്ലേ? ഇല്ല ഇത് പ്രായം എവിടെയായി? നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 10-35 വയസ്സേ ഉള്ളൂ. ആ നല്ല പ്രായം. നല്ല പ്രായ. തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയതേ ഉള്ളൂ. പിള്ളേരൊക്കെ സുഖമായിരിക്കണം. അപ്പൊ അറിയാൻ കാര്യങ്ങളല്ലേ? പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എത്ര പേരുണ്ട്? 2 പേര്. ജോലി തന്നെ പറ്റും. അവർ നേഴ്സല്ലേ? 2 പേരും. ആണോ? ആ നീ ആണോ? നീ നേഴ്സാണോ? ഞാൻ നേഴ്സാ. എപ്പോഴും ഇതിനകത്ത് ആ മൊബൈലൊക്കെ ഓണാക്കുമ്പോ കാണാം. എന്തോ ഏതാ? അമ്മയും ചാച്ചനും ഒക്കെ മരിച്ചുപോയി. നിങ്ങളെ ഏട്ടന്മാര് എത്ര പേരാ? 3 പേര്. പെണ്ണുങ്ങളോ? ഒരാള്. കുഞ്ഞാൻസി നാളെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മറന്നുപോയി. ഞാൻ വന്നായിരുന്നോ? ഇവിടെ വന്നായിരുന്നു. മറന്നുപോയി. അതല്ല ഈ കാര്യം നിങ്ങളുടെ ഭാഗ്യക്കാർ എപ്പോഴും കാണുന്നില്ലല്ലോ. വല്ലപ്പോഴും ഒന്ന് കാണണമെന്ന് കാര്യമാണ്. കാര്യം അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. ചില സമയത്ത് നല്ലോ. ഇപ്പൊ ബാബുചേട്ടൻ ഇങ്ങോട്ട് വരാത്തോണ്ട് കാണുന്നില്ലല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് അടുപ്പിച്ചടുപ്പിച്ച് വരുവാണേ. ധാരാമേ പറഞ്ഞോ, ആരാന്ന് പറഞ്ഞോ? ധാരാ ആരാണ്? ഒത്തി ഏട്ടനെയും മക്കളെ. ബാബുവാന്നേ പാവു കൊടുക്കാലായില്ലേ? കൊണ്ടുക്കാലായില്ലേ? ഇവിടെ തേങ്ങയുടെ പണി നടത്തിയില്ലേ? അവിടെ തേങ്ങ വെട്ടുമൊക്കെ നടത്തിയില്ലേ? അവിടെ ഈ ഫ്രണ്ട് അട്ടിയെ കൊണ്ടുക്കാലായിരുന്നു താമസിക്കുന്നതാണോ? കച്ചവടമൊന്നും ഉണ്ടോ? പിന്നെ ഇല്ലേ? എണ്ണയൊക്കെ വിൽക്കണ്ടേ? കൊപ്രയൊക്കെ വിൽക്കണ്ടേ? അതിന്റെ പണിയൊക്കെ നടത്തണ്ടേ? കൊപ്രായില്ല. അത് ശരി. അത് സാമാനൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. നല്ല ഓർമ്മ. ശകലെങ്കിലും ഓർക്കുന്നോ? ഇല്ല ഇല്ലെന്നേ. ചില സമയത്തേ ഉള്ളൂ. ചില സമയത്ത് അറിയാം, ചില സമയത്ത് അറിയാൻ പാവിച്ചേട്ടാ. കണ്ടാലൊന്നും അറിയത്തില്ല. പിള്ളേര് വിവീനയുടെ കാര്യം എപ്പോഴും ചോദിക്കും. വിവീനയുടെ വിവീന എന്ത് എവിടെയാ? വിവീന എവിടെയാ? അവള് പഠിക്കാൻ പോയി. എവിടെ? മറന്നുപോയി. പത്തനംതിട്ട. അവിടെ എങ്ങാണ്ട് പഠിച്ചോ? അപ്പൊ കൊച്ചിനെ തിരക്കോ? അവന് ചില സമയത്ത് അവളെയാ കൂടുതൽ. രാവിലെ തന്നെ വരെ കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോണതേ ഉള്ളൂ. 9 ആവും. ചായ കുടിച്ചോ? ചായ കുടിച്ച് ഒരു പ്രായം കഴിച്ച് കഴിയുമ്പോ പിന്നെ നമ്മള് രാവിലെ എണീറ്റ് കഴിഞ്ഞ ബാബുച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വരും. എന്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇവിടെയുള്ളവരാരും ഇല്ലേ? നിങ്ങൾ 2 പേരെ ഉള്ളോ? ഇവിടെയുള്ള പിള്ളേരൊന്നും ഇല്ലേ? ഇത് ഏതാ ഈ വീട്? എനിക്ക് എന്റെ വീട്ടിൽ പോണം എന്നും എപ്പോഴും എങ്ങനെയൊക്കെയാ പറഞ്ഞോണ്ട് വരുന്നത്. ആളെ ഒന്നും അറിയില്ല. യാതൊരു ഓർമ്മയില്ല. ഓർമ്മ ആ ഭാഗത്തോട്ട് പോലും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും വന്ന് ഇവിടെ ആരും കാണാൻ. അന്നാ സ്ട്രോക്ക് വന്ന് പോയതല്ലേ? ഓർമ്മ പോയതാ. ഇനിയിപ്പോ തിരിച്ചു വരാൻ പാടില്ല. അതില്ല, വരികയില്ല. ഇനി ഒന്നിനൊന്നിന് പോകുള്ളൂ. ഒന്നിനൊന്നിന് കുറഞ്ഞോണ്ടിരിക്കും. കച്ചവടമൊക്കെ ഉണ്ടോ? അപ്പൊ പറഞ്ഞു വരും. കച്ചവടം ഉണ്ട്. എണ്ണ വിൽക്കണ്ടേ? തലേ തൂക്കണ്ടേ? കുറച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേനും കയറി വരും. പറഞ്ഞു വരുമ്പോ ഓർമ്മ കയറി വരും. ഇപ്പൊ മനസ്സിലായ? ബാബുവാ. ബാബുവാ. അങ്ങനെ പറഞ്ഞു വരുമ്പോ വരും. ആദ്യത്തെ പെർസെന്റേജ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. അവര് ദൈവത്തിന്റെ അടുത്തിരിക്കുക. ഏതോ
ഏതാ നിങ്ങളൊക്കെ എല്ലാവരും കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചതാ. കല്യാണം കഴിച്ച് പിള്ളേരുമായി ആ പിള്ളേരും കല്യാണം കഴിച്ചു. ആണുങ്ങൾ എത്ര പേരാ? ആശ്നായിക്കും കല്യാണം പറയുന്നുണ്ട്. ഇപ്പോഴില്ല, അടുത്ത വർഷത്തേക്ക്. പെണ്ണുങ്ങൾ എത്ര? 2026 വർഷം പറയില്ല. എത്ര പേരുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട്? 2 പേര്. എനിക്ക് 2 പിള്ളേര്. ഇത്രയേ ഉള്ളൂ. അമ്മയും ചാച്ചനൊക്കെ ഉണ്ടല്ലോ. അമ്മയും ചാച്ചനൊക്കെ ഉണ്ട്. നടക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇതൊക്കെയാ ഓർമ്മ. ഇത് റിപ്പീറ്റേഷൻ ചോദിക്കുന്നു. 20 കൊല്ലം മുമ്പത്തേക്കാണ്. അച്ഛമ്മച്ചേർത്തി ഉണ്ടെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. കച്ചവടം ഇല്ലേ? കച്ചവടമുണ്ട്. 20 വർഷം പുറകിലോട്ടാ പോകും. ഇത് പ്രസന്റ് ആയിട്ടല്ല പോകുന്നേ, പ്രസന്റ് ആയിട്ടല്ല പോയി, പിന്നെ കുറഞ്ഞ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഓരോ ദിവസം കുറയൂ. പറഞ്ഞോണ്ടിരിക്കും വീട്ടിൽ പോവാന്ന്, അങ്ങനെയാ പറയുന്നത്. വീടല്ല ഈ നിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണമുണ്ടേ ഒരെണ്ണത്തേനെ പിടിക്കും. നമ്മുടെ വീട് അടുത്തല്ലേ? നമുക്കൊക്കെ ഇത്ര ഓർമ്മ കിട്ടുമെന്ന് ആർക്കറിയാം? അതൊന്നും പറയാൻ പറ്റില്ല. ബാബുചേട്ടൻ പോവാന്ന്. മനു ഇത് ബാബുചേട്ടൻ പോവാന്ന്. ആ നേരത്തെ വേണ്ടിയിട്ട് തീർത്തു. എനിക്ക് വീണ്ടും തരാൻ പറ്റുമോ? പുള്ളിയാണ് ആ കച്ചവടം, കൊപ്ര എണ്ണ കച്ചവടം നടത്തണം. കച്ചവടം നടത്തണ പുള്ളിയല്ല, പുള്ളി കൊപ്രയുടെ എണ്ണ കച്ചവടം. എണ്ണയില്ലേ, വെളിച്ചെണ്ണ ഇല്ലേ? ബാബുവല്ലേ ഇവിടെ അട്ടിയെ പണിതുകൊണ്ടിരുന്നേ? ഇവിടുത്തെ അട്ടിയൊക്കെ നിർത്തിപ്പോയല്ലേ, വീടിനെ അങ്ങോട്ടാക്കിയതല്ലേ? ബാബുചേട്ടനാണ് എണ്ണയുടെ പരിപാടി. KMB. ഇവരാണുങ്ങൾ എത്ര പേരാ? ഇവരാണുങ്ങൾ 3 പേര്. 2 3 പേര്. പേര്. 3 പേരുണ്ട്. ആ അപ്പനും അമ്മയും ഉണ്ടല്ലോ? ഇല്ല, അപ്പനും അമ്മയൊന്നും ഇല്ല. ഇല്ലേ? അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി. നമ്മുടെ കൂട്ടുകാരത്തി അല്ലായിരുന്നോ അത്രയായോ? അന്നമ്മ ചേർത്തി. അവർക്ക് വലിയ പ്രായമില്ല. ആ പ്രായമൊക്കെ ഉണ്ടായിരുന്നു. അവർ ചാച്ചൻ നേരത്തെ മരിച്ചു പോയതല്ലേ അവിടുത്തെ? 72 വയസ്സിലാണ് ചേട്ടത്തി മരിക്കുന്നത്. രാജേട്ടനല്ലേ തറവാട്ടിൽ താമസിക്കുന്നത്? ഇവിടെ വരുന്നതല്ലേ സെലിൻ ചേച്ചിയും രാജേട്ടനും? ഈ ഭാഗത്തെങ്ങാണ്ട്. ആ ഇവിടെ അവിടെയായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത്. ഇവിടെ തറവാട്. അമ്മയ്ക്ക് ഈ ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ചേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാബുചേട്ടനെ കണ്ടാൽ എപ്പോഴും അമ്മ വർത്താനം പറയാതിരിക്കലായിരുന്നു. വഴി വെച്ച് കണ്ടാലും ഇവിടെ ചേട്ടൻ അങ്ങനെ എന്റെ അമ്മയെ പോലെയാന്ന് പറഞ്ഞ എപ്പോഴും ഓടിയും വരുമായിരുന്നു. എന്താണ് ഞാൻ പറയുകയായിരുന്നേ, ബാബുചേട്ടൻ അമ്മയായിട്ടേ ഭയങ്കര സ്നേഹമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പണിയാൻ വരുമ്പോഴാണേലും എന്നാ കണ്ടത് അവിടെ ഇരുന്ന് കൈകൊണ്ടെങ്കിലും ചോദിക്കാതെ പോയില്ലായിരുന്നു. അമ്മയെ അങ്ങോട്ട് വർത്താനം പറയുമായിരുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ. ഞങ്ങളുടെ വീടുമായിട്ടുള്ള അടുപ്പം ഇവിടല്ലേ കൂടുതൽ അടുപ്പം. ആ അതെ അതെ, നമ്മുടെ തൊട്ട അയലോക്കമല്ലേ, എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും. പോണം ഇനിയിപ്പോ അടുത്തത് പോണം. അതൊക്കെയാണ് ഈ പറയുന്നത്. എന്നും ഇങ്ങനെ തന്നെയാട്ടോ, എന്നും ഇങ്ങനെ തന്നെ. എല്ലാ ദിവസവും വന്ന് ചോദിക്കില്ല. ഇല്ല, എല്ലാ ദിവസവും തന്നെ ചോദിക്കും മോനെ. ആ എല്ലാ ദിവസവും ചോദിക്കും. കെട്ടിക്കേണ്ടത് പിന്നെ ഓരോ സമയത്തും ചോദിക്കും. നമ്മൾ സംസാരിക്കാൻ നിന്ന് കൊടുക്കുവാണെങ്കിൽ എപ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ല കല്യാണം കഴിച്ചു വന്നവരുണ്ടല്ലോ ഇല്ലേ? ഉണ്ട്. ആ അവര് പോരെ പോരെ കുടുംബകാര്യക്കാന്ന്. അല്ലാത്തവരെ കൊണ്ട് അതിനൊന്നും പറ്റിയല്ല. എന്തെങ്കിലും ഇച്ചിരി കഴിക്കാം, വല്ലതും ചെയ്യാവുന്ന ചെറുതായ രീതിയിൽ ചെയ്യാനേ പറ്റും. അമ്മയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അതെ, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ. എന്നാ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. കളപ്പണിക്കൊക്കെ ഓർമ്മക്കുറവുണ്ട്. അല്ല മഞ്ഞൾ ഇടേണ്ടടുത്ത് മുളക് ഇട്ടാൽ ശരിയാവോ? അല്ല ഉപ്പിടേണ്ടടുത്ത് പഞ്ചസാര ഇട്ട് പോയാൽ ശരിയാവോ? അല്ലേ ചെയ്യേണ്ടതൊക്കെ ശരിയല്ല, അത് വരും. അതെ, അമ്മയ്ക്ക് ഞാത്തിനൊക്കെ നമ്മൾ ഭാഗത്തിനെടുത്ത് കൊടുത്താൽ അവര് തിന്നോളും. അല്ലേ വന്ന പെണ്ണുങ്ങൾ ചെയ്യണം അതൊക്കെ. അമ്മയ്ക്ക് അങ്ങനെ ചെയ്തു തരുമോ? ആ അവര് തരും. തരും അല്ലേ? ഒരു കുഴപ്പം. പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യാൻ അങ്ങ് പറയണ്ട, അവരിങ്ങോട്ട് ചെയ്തു തരും. ചെയ്യും. നീ പോയേക്കോ? അയ്യോ പോകണ്ട, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വേറെ അമ്മയില്ല. അയ്യോ ആ ഇവിടെ നിൽക്കാനോ? ആ എന്നാ പിന്നെ അന്നേരം അവര് വഴക്കുണ്ടാക്കും. ഇല്ല, അവര് പറഞ്ഞു ഇവിടെ നിന്നോളാൻ. അവരെ പറഞ്ഞു ഇവിടെ നിന്നോളാം. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിന്നോ. അമ്മയ്ക്ക് ഇഷ്ടമാണോ? എന്നൊന്നുമില്ല. ഇഷ്ടമാണോ? വീട്ടിലാരാ? അവിടെ ആരെങ്കിലും ഒക്കെ കാണൂന്നേ.
അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണ്, അത് പറ. എനിക്ക് അവിടെ അമ്മയും അപ്പനും ഇല്ലേ? ഉണ്ടോ? അമ്മയും അപ്പനും ഇല്ലേ? ഇല്ലെന്നേ. ഇല്ലേ? അവർ പോയോ? മരിച്ചുപോയി. പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്ന ഇനി? അവരെന്നാ മരിച്ചു പോയി? കൊറേയൊക്കെ ആയി, വർഷങ്ങളായി. അയ്യോ, അത്രയായി? മാസം പ്രായമായില്ല. അമ്മയ്ക്ക് പ്രായം എത്രയുണ്ട്? എലിക്കുട്ടി അമ്മയ്ക്ക് എത്ര പ്രായമുണ്ട്? എനിക്കറിയത്തില്ല. ഏകദേശം ഏകദേശം എന്നാ എന്നാലും എത്രയുണ്ടെന്ന് പറ. എനിക്കറിയാൻ വരുന്നേ ഒരു 30 വയസ്സ് കാണുമോ? ഇല്ലേ? കാരണന്മാർക്ക് അറിയില്ലോ പ്രായത്തിന്. ഒരു 30 വയസ്സ് 35 വയസ്സൊക്കെ കാണിയല്ലേ? 30-35 വയസ്സ് കാണുമോ? അതാ 30-35 കാണുമോ? ആ, അത് കുട്ടമ്മയ്ക്ക് പ്രായം കുറവായതുകൊണ്ട് ചാച്ചനും അമ്മയെ അന്വേഷിക്കുന്നത്. ഓർമ്മയില്ല. ഓർമ്മയില്ല. പ്രായം കുറവായെന്നുള്ള വിചാരത്തിലാണ് ചാച്ചനും അമ്മേനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. 50 വയസ്സ്. 50? എനിക്കോ? അത്രയൊന്നും കാണില്ല. അതാ പറഞ്ഞ പ്രായം കുറവാണ്, അതുകൊണ്ടാണ് ചാച്ചനും അമ്മയെ അന്വേഷിക്കുന്നത്. അതൊന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മക്കളെ ചെറുതാണെന്നുള്ള വിചാരത്തിലാണ് ചെറുതാക്കി മകളായിട്ട് വെച്ചിരിക്കുക. അത് തന്നെ, അതാണ് സംഭവങ്ങൾ. പൽപ്പൊടി കൊടുത്താൽ പല്ല് തേച്ചാലോ? ഇത്രയായില്ലേ? കാപ്പ് കുടിക്കാന്ന് പല്ല് തേച്ചിട്ട് അവിയലുണ്ടാക്കണമല്ലോ. കറി ഉണ്ടാകുന്നേ ഉള്ളൂ. അറിയല്ല, പഴം. പുട്ടും പഴമാണ്. പുട്ടുണ്ടാക്കിയത് പഴം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പുട്ടിനൊക്കെ നനച്ച് വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോയതല്ലേ. അവന് കൊടുത്തു വിടണ്ടായിരുന്നു, അവനുണ്ടാക്കി ഞാൻ കൊടുത്തു വിട്ടു. ചോളപ്പുട്ട്. വല തേച്ചോ? വല തേച്ചോ? തേച്ചോ. ഇവിടെ നിൽക്കണോ? സാബുവിൻ്റെ അടുത്ത് പോകണം. ആണോ? അവനിപ്പോൾ രാവിലെ ജോലിക്ക് പോകണ്ടേ? അവർക്കേ ജോലിക്ക് പോകണ്ട. നമുക്ക് നാളെ പോവാം, അടുത്ത ദിവസം പോവാം. അവർക്ക് ജോലിക്ക് പോകണം. ഞായറാഴ്ച വല്ലതും പോവാം. ഞായറാഴ്ച വല്ലതും പോകാം. അവർക്ക് ജോലിക്ക് പോകണം, സാബുവിനൊക്കെ. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അത് കൃഷിയൊക്കെ അത് രാവിലെ അല്ലേ? രാവിലെ വെച്ചിരുന്നാലും പരിപാടി ചെയ്യുന്ന. രാവിലെ എന്തൊക്കെ പണി ചെയ്യുന്ന. അവർക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ. ചേച്ചിക്കൊക്കെ ഡ്യൂട്ടി. ജോലിക്ക് പോകാൻ പിന്നെ അവർ പള്ളിക്കൂടത്തിൽ പോകും. പിള്ളേർ സ്കൂളിൽ പോകും. സ്കൂളല്ല, കോളേജിൽ. കേട്ടോ? ഞായറാഴ്ച ദിവസം നമുക്ക് പോവാം കേട്ടോ. അതിൽ നടപ്പുണ്ടല്ലേ. അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം എടുത്ത് അവിടെ അവൻ രണ്ടൊക്കെ കുഴിച്ച് വെച്ച്. സ്ഥലം അവന് കൊടുത്തിരിക്കുന്നതല്ലേ. അത് ശുശ്രൂഷിക്കാം. അവന് കൃഷിയോടൊക്കെ ഇച്ചിരി താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി അവനെ ഇച്ചിരി കൃഷിയോടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് കൃഷി കഴിച്ചു. ഒന്നും പേര് മറന്നു പോയി. എത്രയോടൊന്ന് സാബു. നീ പറഞ്ഞ പോലെ കൃഷി കാര്യത്തിനൊക്കെ കൃഷിക്കാരിയുണ്ട്, പക്ഷെ ഒന്നും ഉണ്ടാകുന്നില്ലെന്നേ. മുഴുവൻ എലി കൊണ്ടുപോകും. മുതലങ്ങനെയാ. ഉണ്ടാവുകയൊക്കെ ചെയ്യും, പക്ഷെ ഇവിടെ എലി കാരണം ഒരു രക്ഷയില്ല. ഒന്നും കിട്ടുന്നില്ല. അത് പണിന്ന് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല ശരിക്കും. അവിടെ എൻ്റെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇതിനിടെ കൂടെ കാണാമല്ലോ. അതായത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ടേ. ഉണ്ട്, വരും. രണ്ടുപേരും ജോലിക്ക് പോവില്ലേ? രണ്ടുപേർക്കും ജോലിക്ക് പോകണ്ടേ? ജോലിക്ക്. നേഴ്സല്ലേ, കാരിത്താശ്ശേരി. ജോലിക്ക് പോകണം, അതുകൊണ്ടാ. കുടുംബം അതെ. അവരാദ്യം നോക്കും, നോക്കിയിട്ട് അവർ ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് വന്നു കഴിഞ്ഞിട്ട് നോക്കും. പോരെ? എല്ലാം കഴിച്ചേക്കാം, എല്ലാം കഴിച്ചേക്കാം.
കഴിക്കാൻ വിശപ്പൊന്നുമില്ല. ആര് അല്ലേ വിശപ്പൊക്കെ ഉണ്ട്. കഴിക്കാൻ തോന്നുന്നില്ല. വിശപ്പയിലേ പോയി വിശപ്പൊക്കെ പോയേ കൊച്ചു നേരത്തേക്ക് വർത്താനം പറയാൻ നമുക്കെല്ലാം കഴിക്കാം. എലിക്കുട്ടിയമ്മേ, എലിക്കുട്ടിയമ്മ പറഞ്ഞു ഇതില് ഞാനും അങ്ങ് പറഞ്ഞതാട്ടോ. ഇനി കളിയാക്കിയത് എടുത്തൊന്നും പറഞ്ഞേക്കരുത്. ചെല്ലട്ടെ. അയ്യോ, ഇനിയിപ്പോ അവര് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇനി ഒരു പോകാൻ സമയം പോകും. ജോലിക്ക് പോകാനുള്ള സമയം പോകും. അവർക്ക് ജോലിക്ക് പോകാനുള്ള സമയം പോകുന്നു. അതിപ്പോ അങ്ങ് പോകും. അത് പറമ്പിൽ നിന്ന് ഇപ്പൊ അകത്ത് കയറി പോകും. അതിപ്പോ അകത്ത് കയറി പോകും. ചക്കസാരുടെ ആണോ? അല്ലല്ലോ. അല്ലല്ല, രണ്ടാമത്തെ വരവാ. സമയമുണ്ടോ ചോദിക്കും. അവനോട് എൻ്റെ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. അതേ കോല് കുത്തു അവിടെ കൊണ്ട് മറിഞ്ഞു പോയി ഇന്നലത്തെ മഴയത്തെല്ലാം. മഴയത്തെല്ലാം മറഞ്ഞു പോയി ഉണ്ടോ? കൃഷി ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ അവിടെ അത് ഇല്ലാത്തതിന് കുത്തുവാ. വഴുതന മറിഞ്ഞു പോയതാ. അത് കുത്തി വെക്കണ. രാവിലെ പോവും. രാവിലെ അതൊക്കെ ചെയ്തിട്ട് പോകും. അതൊക്കെ ചെയ്തിട്ട് പോകും ജോലിക്ക്. അതെല്ലാം ചെയ്ത് വെച്ചിട്ടേ ജോലിക്ക് ഉടനെ പോകുമെന്ന്. ആ, നമുക്ക് ഞായറാഴ്ച പോകാം കേട്ടോ. ആ, ഗവൺമെൻറ് ജോലിയാണ് നമുക്ക്. നമുക്ക് ഞായറാഴ്ച പോകാം കേട്ടോ. അതാകുമ്പോൾ അവരെ കാണും അവിടെ എല്ലാവരും. ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും കാണും. എല്ലാവരും കാണും അവിടെ വീട്ടിലേ. ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും കാണുമെന്ന്. അവിടെ ചെല്ലാൻ, കാപ്പി കുടിക്കാൻ ചെല്ലാൻ. അത് കുളിപ്പരയാ. ഇത് കുളിപ്പര. നമ്മളിന്ന് ഉണ്ടാക്കണം എന്നാന്നറിയോ? കാപ്പി. എന്നാ കാപ്പി? ചോളപ്പുട്ട്. ചോളപ്പുട്ട്. ചോളപ്പുട്ടൊക്കെ മാറി മാറി എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. അരി തന്നെ തിന്നാരുത് കേട്ടോ. അരി തന്നെ തിന്നാതെ ചോളപ്പുട്ട്. ചോളം, റാഗി. റാഗി ഇച്ചിരി പാടാ. റാഗി തിന്നാൻ ഇച്ചിരി പാടാ. നല്ല കടലക്കറിയൊക്കെ ആണെങ്കിൽ പഴമൊക്കെ കൂട്ടി തിന്നണമെങ്കിൽ ഇച്ചിരി പാടാ. ഇനി ഇഷ്ടമുള്ളവർക്ക് തിന്നാൻ കേട്ടോ. ഈ മത്തിയൊക്കെ വെച്ച് ഇടയ്ക്ക് വെച്ച് പുട്ടുണ്ടാക്കുന്നുണ്ടല്ലോ, മത്തിപ്പുട്ടെന്നൊക്കെ പറഞ്ഞു. ഇറച്ചിപ്പുട്ട് ഇഷ്ടം. ഇറച്ചിപ്പുട്ട്, മത്തിപ്പുട്ട് കേട്ടോ. ഇത് ചോളം കൊണ്ട് പുട്ടുണ്ടാക്കുക. ചോളപ്പുട്ട്. ചോളപ്പുട്ട്. മെയ്സ് പൊടി അല്ലേ? മെയ്സ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കണം. ആ, ചോളം കൊണ്ട് പുട്ട്. ചോളം കൊണ്ടേ ചോളപ്പൊടി ഇല്ലേ? ചോളപ്പൊടി. ചോളം. അമ്മയ്ക്കാ കൊടുക്കാറിപ്പോ. അമ്മയ്ക്ക് രോമം പറഞ്ഞൊന്നും തിരിയുന്നില്ല. ഞാൻ തരാം. ചോളചോളാന്ന് പറയുന്നുണ്ടല്ലേ? ചോളചോളാന്ന് പറയുന്നുണ്ട്. ഇനി വേണ്ട. കല്ല് കട്ടിപോലെയാവും. അതാണ് പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ കല്ല് പോലെയാവും അതല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചൂടോടെ കഴിക്കണേ. നന്നായിട്ട് പഴുത്ത പഴാണെ കുഴപ്പമില്ല. എന്നാമേ? വീട്ടിൽ നമ്മളൊക്കെ ഉണ്ടെന്നേ. അമ്മയും ചാച്ചനൊന്നും ഇല്ല, നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ. അമ്മയും ചാച്ചനൊക്കെ മരിച്ചു പോയില്ലേ? നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ. എലിക്കുട്ടിയമ്മയുണ്ട് ഇവിടെ. പിന്നെ ജോമോളമ്മയുണ്ട്. ജോമോൻ ചാച്ചനുണ്ട്. കെട്ടിക്കൊണ്ട് വന്ന ഒരു പെണ്ണല്ലേ ഇത്? ഇതല്ലേ കെട്ടിക്കൊണ്ട് വന്ന ഇളയ പെണ്ണ്? ഏത്? കെട്ടിക്കൊണ്ട് വന്ന ഒരു 3 പേര്. കഴിച്ചോ. ഇച്ചിരി മുട്ട എടുത്തു. പഴം തിന്നാ. ഇച്ചിരി മുട്ട എടുത്തിട്ടുണ്ട്. തിന്നോ. ഇന്നാളെ നമ്മൾ വൈക്കത്തിന് പോയപ്പോൾ മേടിച്ച പുട്ടുകുറ്റിയാണ് കേട്ടോ. ഇതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കുഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റീൽ കൂടെ ആയിട്ട് അതിന്റെ കോല് കിട്ടിയില്ല. നമ്മൾ ചോദിച്ചുമില്ല. ഇവിടെ വന്നപ്പോഴല്ലേ നമ്മൾ സാധാരണ ഇവിടെ തടിയുടെ കോല് വെച്ചിട്ടല്ലേ മറ്റേ സാധാരണ പുട്ടുകുടത്തിന് കുത്തിക്കൊണ്ടിരുന്നേ. ഇതിനകത്ത് വേറെ ഒരു കോലാ വേണ്ടത്. അതിപ്പം ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കുടഞ്ഞിടുക ചെയ്ത്. ഇതിനകത്ത് കയറത്തില്ല. ചെറുതല്ലേ? മേടിക്കണേ. കഴിച്ചോ. അവരോട്ട് തന്നുമില്ല. അതിന്റെ കൂടെ തരേണ്ടതാ. അവര് മറന്നുപോയെന്ന് തോന്നുന്നു. നമ്മളോട്ട് ചോദിച്ചു. നമുക്കറിയാൻ വരാറുണ്ടല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം.
അതിൻ്റെ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ആ വെള്ളം ചൂടാക്കുന്ന അതിനൊരു പൂജയാണല്ലോ കൊണ്ടായിരിക്കണം. ആ അത് ഇച്ചിരി താമസിച്ചു പോയി, അതാ പറ്റിപ്പോയത്. അതാ പഴം ചേപ്പിച്ചും ചൂടോടെ ആ പഴത്തോണ്ട് കൂടെ തിന്നാം. പഴം പൂച്ചുമ്പോൾ ഒക്കെ ആയിക്കോളും കേട്ടോ. അത് ആ സാധനത്തിൻ്റെ ഒരു കുഴപ്പം അതാ, തണുത്ത് പോയാൽ പിന്നെ അത് റാഗി എങ്ങനെയാ? ചൂടോടെ കഴിച്ചോണം. ചൂടോടെ കഴിച്ചോണം, അല്ലെങ്കിൽ അത് തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കല്ലുപൊലിയാവും. പഴം നന്നായിട്ട് പഴുത്ത് പുഴിഞ്ഞായതിൻ്റെ കുഴപ്പമില്ല, പിച്ചുമ്പോഴത്തേനും കിട്ടും, ക്ലിയറായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞു ഇതിനൊരു കുഴ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഇതിനെ അത് വേണ്ട, അതിന് ആവശ്യമില്ലല്ലോ. അല്ലേ അതല്ലേ പറഞ്ഞേ, മൊത്തം നമ്മൾ ഒരു ആവി പിടിക്കണമെങ്കിലൊക്കെ അത് എടുത്തോണ്ട് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പാടാ. അടുപ്പേന്ന് കുഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആവി പിടിക്കാനായിട്ട്, അതായത് സൂചി ഒരു ചെറിയ തുളയേ ഉള്ളൂ ആവി വരുന്നത്. കുഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമുണ്ടായിരുന്നു. അത് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ ഇത് ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കണം. അത് സ്റ്റീലായതിൻ്റെ ഭയങ്കരമായിട്ട് ചൂടാവൂലേ, സ്റ്റീലായതിൻ്റെ. അപ്പോൾ അമ്മയുടെ കാപ്പിക്കുടിയാണ്. കഴിച്ചോ? കഴിക്കുന്നില്ലേ? വേണ്ട, ബോട്ട നിറഞ്ഞല്ലോ. ആ ടാങ്ക് നമ്മളങ്ങനെ പറയും സാധാരണ. ക്യാച്ച് പിടിച്ചെന്ന് പറഞ്ഞ പോലെ. ഏതാ കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ കറി റവിയിൽ കേട്ടോ, റവിയിൽ എല്ലാം അരിഞ്ഞു കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി വെച്ചാൽ മതി. മോട്ടർ നിറഞ്ഞ് ടാങ്ക് നിറഞ്ഞ് വെള്ളം പോണതുകൊണ്ട് മഴക്കാലം ആയതുകൊണ്ട് കുഴപ്പമില്ല. രാവിലത്തെ കാപ്പിക്കുടി കഴിഞ്ഞിരിക്കുന്നു. ജോമ്മളവിടെ കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ജോമ്മൾ എന്നിട്ട് അത്തോട്ട് പോയാണ്. ഇനി വേണോ തപ്പി പറക്കണേ? ഇച്ചിരി കൂടെ വേണോ? ഇച്ചിരി കൂടെ കഴിക്കുന്നുണ്ടോ? ഇച്ചിരി കൂടെ കഴിക്കുന്നുണ്ടോന്ന്? എന്താണ് ഇച്ചിരി കൂടെ കഴിക്കുന്നുണ്ടോന്ന്? എന്നെ പുട്ട് പഴവും, പുട്ടും പഴവും വേണ്ട. മതിയോ? പിന്നെ ആ കാണത്തില്ല ആരെങ്കിലും. ജോമോനെ പറയുന്നത് ജോമോനെ, മറ്റുള്ളവർക്ക് കാണാൻ ജനലിൽ കൂടെ അമ്മ എപ്പോഴും നോക്കണം എന്നുള്ള കാര്യം അറിയത്തില്ലേ? തടസ്സം വന്ന് നിൽക്കും അല്ലേ? വഴക്ക് പറയാം കേട്ടോ അമ്മേ. വഴക്ക് പറയാം കേട്ടോ ഞാൻ. കഴിച്ചില്ലേ? പാത്രം കഴുകാൻ പോലെ ഇനിയിപ്പോൾ എന്നെ കാണാനാ? അങ്ങനെ മാറി എവിടെയെങ്കിലും എഴുതാ പോരെ. കഴിക്കാൻ നേരത്തെ കേട്ടാ മതി. എനിക്ക് നോക്കുക അത് മതിയോ? ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. മനുഷ്യനെ ബുദ്ധിമുട്ടി. പാത്രം കഴുകാൻ പോണില്ലേ? ഇപ്പൊ അത്ര സ്ട്രോങ് ആയിരുന്നു കഴിച്ചത്. ശക്തിയില്ല അല്ലേ? അങ്ങനെ അങ്ങ് ചെന്നില്ലേ? കാക്കയാണ് കണ്ടോ അവിടെ വലിയ ഇട്ടുണ്ടോ? കാക്കയല്ലേ അവിടെ വരുന്നത്? അവിടെ കണ്ടാവില്ല. തീറ്റ സാധനം കിടപ്പുണ്ട്. അവിടെയൊന്നുമില്ല തീറ്റയൊന്നും. അവിടെ കൊണ്ട് ഇട്ടേക്കണോ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.